ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസം. ഉൽപാദനക്ഷമത കുറഞ്ഞ റബ്ബർ മരങ്ങൾ മാറ്റി ഉയർന്ന വിളവ് നൽകുന്ന പുതിയ ഇനങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ഹെക്ടറിന് 75,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ 6 ജില്ലകളിലെ കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ റബ്ബർ കൃഷിയിൽ വലിയ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഉൽപാദനക്ഷമത കുറഞ്ഞ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും ഉൽപാദനക്ഷമത കൂടിയതുമായ ഇനങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്ത് 30,000 ഹെക്ടർ ഭൂമിയിൽ പുനർനടിയിൽ നടത്തുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ടുള്ള ഗുണം ലഭിക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് പരമാവധി 2 ഹെക്ടർ വരെ റബ്ബർ പുനർനടിയിലിനാണ് ധനസഹായം അനുവദിക്കുന്നത്. ആദ്യ വർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും എന്ന രീതിയിലാണ് സഹായം നൽകുക. ഇതോടൊപ്പം ശാസ്ത്രീയ കൃഷിമുറകളിൽ ആവശ്യമായ സാങ്കേതിക പരിശീലനവും കേര പദ്ധതി വഴി നൽകും. ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിലവാരമുള്ള റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഈ ജില്ലകളിലെ 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ വരെ സബ്സിഡിയും അനുവദിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള കർഷകരും നഴ്സറികളും കേര പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്യണം. അർഹരായ കർഷകർക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനുമായി കേര ഫീൽഡ് ഓഫീസർമാരുടെ നേരിട്ടുള്ള പിന്തുണ ഉറപ്പാക്കും. അപേക്ഷാ സമയത്ത് തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിഭൂമിയുടെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്നുള്ള നടീൽ വസ്തുക്കളുടെ ബിൽ എന്നിവ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ കോട്ടയം, തൃശൂർ, കണ്ണൂർ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനെ നടപ്പാക്കുന്ന പദ്ധതിയിൽ അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ അർഹരായ 5 ലക്ഷം യുവാക്കൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരും അപേക്ഷിക്കുന്ന തീയതിയിൽ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അനുബന്ധ സ്ഥാപനങ്ങൾ, അംഗീകൃത സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കരനാവിക വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ നൽകി തയ്യാറെടുക്കുന്നവർക്കും പദ്ധതിയിൽ അർഹതയുണ്ട്. അർഹരായ ആദ്യത്തെ 5 ലക്ഷം അപേക്ഷകർക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് ധനസഹായം. സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് employment.kerala.government.in എന്ന വെബ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന സ്കോളർഷിപ്പ് തുക നേരിട്ട് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യും. യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പഠനോത്സാഹം നിലനിർത്തുകയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധാരണക്കാരൻ്റെ സ്വപ്നമായി തുടരുമ്പോൾ ആ സ്വപ്നത്തിന് ചിറകു നൽകുകയാണ് സവാരി. വെറും 5,999 രൂപയ്ക്ക് വിമാനയാത്രയും വിനോദയാത്രയും ഒരുമിച്ചൊരുക്കുന്ന ഈ പാക്കേജ് ഇപ്പോൾ ശ്രദ്ധേയമാകുകയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ വിമാനയാത്രയും ഏകദിന വിനോദസഞ്ചാരവും ഉൾപ്പെടുന്ന ആകർഷകമായ പാക്കേജാണ് സവാരി അവതരിപ്പിച്ചിരിക്കുന്നത്. വെറും 5,999 രൂപയ്ക്ക് വിമാനയാത്രയ്ക്കൊപ്പം തലസ്ഥാനത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാണ് ഈ പാക്കേജിലൂടെ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ വിവിധ ബാച്ചുകളിലേക്കുള്ള ബുക്കിംഗ് നിലവിൽ പുരോഗമിക്കുകയാണ്. വിമാന ടിക്കറ്റിന് പുറമെ തിരുവനന്തപുരത്തെ യാത്രകൾക്കായി AC വാഹന സൗകര്യം, 3 നേരത്തെ ഭക്ഷണം, വിവിധ കേന്ദ്രങ്ങളിലെ പ്രവേശന ടിക്കറ്റുകൾ എന്നിവയും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മൃഗശാല, മ്യൂസിയം, നിയമസഭാ മന്ദിരം, ശംഖുമുഖം ബീച്ച്, ലുലു മാൾ എന്നിവിടങ്ങളിലേക്കാണ് സന്ദർശനം. യാത്രയിലുടനീളം പരിചയസമ്പന്നരായ ടൂർ മാനേജർമാരുടെ സേവനം ലഭ്യമാകും. മടക്കയാത്ര ട്രെയിനിലൂടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബുക്ക് ചെയ്യുന്നതിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന് സവാരി റിസോർട്ടിൽ ഒരു രാത്രി സൗജന്യ താമസവും ലഭിക്കും.
കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സീനിയർ സിറ്റിസൺ ഫോറങ്ങൾ, റെസിഡന്റൽ അസോസിയേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്കും സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കൂട്ടായ്മകൾക്കും പ്രത്യേക നിരക്കുകൾ ലഭ്യമാണെന്ന് സവാരി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.